ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി പറയാണ് അദ്ദേഹം ഇറങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ സച്ചിയും അതുപോലെ തന്നെ രേവതിയും കൂടെ പോയിട്ട് സുധിനെ വിളിക്കുകയാണ്. വാ സുധി, വീടെത്തി എന്ന് പറയുകയാണേ. അപ്പോൾ സുധി പറയുന്നുണ്ട്, ഇല്ല എനിക്ക് ഇറങ്ങാൻ കഴിയൂല, എന്നെ ഈ ഒരു കോലത്തിൽ അമ്മയും ശ്രുതിയും കണ്ടിട്ടുണ്ടെങ്കിൽ സഹിക്കൂല. ശരിയാണ്, നിന്നെ ഈ കോലത്തിൽ കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, എങ്കിലും വീടെത്തിയില്ലേ, ഇറങ്ങിക്കൂടെ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ രേവതി പറയുകയാണ്, ഇദ്ദേഹത്തിന് ഒരു ഡ്രസ്സ് വീടിൻ്റെ വഴിക്ക് വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു. അയ്യോ ഞാനത് ഓർത്തില്ല, എനിക്കത് അവിടെ വെച്ച് പറയായിരുന്നില്ലേ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയുകയാണേ. സുധിയാണെന്നുണ്ടെങ്കിൽ തലയിൽ കൂടെ തോർത്തൊക്കെ ഇട്ട് മൂടി കെട്ടിയിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. ഈ സമയത്ത് ചന്ദ്ര അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ രേവതിനെയും സച്ചിനെ കാണുമ്പോൾ വലിയ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണേ. അപ്പോൾ സച്ചി പറയാണ്, വാ അകത്തേക്ക് കയറി വാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു പിച്ചക്കാരൻ ഇങ്ങനെ വരുന്നത് ചന്ദ്ര കാണുകയാണേ. ചന്ദ്ര ഇങ്ങനെ നോക്കണം കേട്ടോ, എന്താണ് പിച്ചക്കാരൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ എന്തത് നിൽക്ക് എന്ന് പറയും കേട്ടോ. സുധി അകത്തേക്ക് കയറാൻ പോകുമ്പോൾ ഇതെന്തത്, പണ്ടൊക്കെ കൂട്ടുകാരന്മാരെ കൊണ്ടുവന്നിട്ട് ചായ കൊടുക്ക്, ചോറ് കൊടുക്ക്, കാപ്പി കൊടുക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ പിച്ചക്കാരെ അകത്തേക്ക് കയറ്റി കൊണ്ടുവന്നു തുടങ്ങി. നോക്കിയ രവി ഏട്ടാ, ഒരു പിച്ചക്കാരനെ കൊണ്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളുടെ മോൻ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ രവി വന്നിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ദേ ഇതൊന്നും ഇവിടെ പറ്റൂല കേട്ടോ, ദേ പുറത്തേക്ക് വിട്ടോ, ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുധി നിന്നിട്ട് അയ്യോ അമ്മേ ഒക്കെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുക്കനെ അപ്പോൾ നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ മുഖത്ത് നോക്കണം കേട്ടോ. സച്ചി പറയുന്നുണ്ട്, ദേ ഇത് ആരാണെന്ന് അറിഞ്ഞാൽ എന്ന് പറയട്ടോ. ആരായാലും എന്താണ്, ഇവിടേക്ക് കയറണ്ട, ഒരു പിച്ചക്കാരൻ ഈ വീടിൻ്റെ അകത്തേക്ക് കയറണ്ട എന്ന് പറയട്ടോ. അപ്പോൾ രേവതിയും പറഞ്ഞിട്ട്, അമ്മേ ഇദ്ദേഹമോ, നീ എന്തിനാടി കണ്ട പിച്ചക്കാർക്കൊക്കെ ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് ബഹുമാനം കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ രേവതിനോട്. അപ്പോൾ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മേ വെറുതെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താവശ്യമില്ലാത്തത്, ഇതൊക്കെ ആവശ്യമുള്ളത് തന്നെയാണ്. ഒരു രൂപ പോലും ഇവിടുന്ന് കൊടുക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിച്ചക്കാരൊന്നും ഈ വീട്ടിൽ കയറ്റാൻ പറ്റൂല. രേവതി നീ ഒരു കാര്യം ചെയ്യും, വല്ല പഴയ ചോറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്ക്, തിന്നിട്ട് പോട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സുധിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. അയ്യോ നീ എന്തിനാടാ എന്നെ അമ്മ എന്ന് വിളിക്കുന്നത്, ഓ കേൾക്കാൻ പറ്റുന്നില്ലേ, പോയിട്ടേ വല്ല ബസ് സ്റ്റോപ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ പോയിരുന്നു പിച്ചതുണ്ട്, അല്ലാതെ ഈ വീടിൻ്റെ അകത്തേക്ക് കയറി വരണ്ട. അപ്പോൾ വീട് സുധി അമ്മ എന്ന് വിളിക്കുകയാണേ. അയ്യോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ കേട്ടോ. നീ ഒന്ന് പോടാ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോടാ എന്ന് പറയുകയാണേ. അപ്പോഴേക്ക് സുധി തോർത്തൊക്കെ മാറ്റിയിട്ട്, അമ്മേ ഇത് ഞാനാണ് എന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ. ഇത് കണ്ട് ചന്ദ്രയും രവിയൊക്കെ ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ രവി, ചന്ദ്രേ ഇത് സുധി എന്ന് പറയാൻ കേട്ടോ. ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ആകെ സ്തംഭിച്ചതുപോലെ നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി ഓടി വന്നിട്ട് സുധിനെ അങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് സുധി എന്താ മോനി ഇത്, എന്താ നിന്നെ ഈ കോലത്തിൽ അമ്മയ്ക്ക് കാണേണ്ടി വന്നല്ലോ എന്ന് പറയുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഭിക്ഷകാരനായിട്ട് പിച്ച തെണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയണേ. അപ്പോഴേക്കും സുധി വരികയാണ് കേട്ടോ അവിടേക്ക്. ശ്രുതി വരികയാണ് കേട്ടോ. അപ്പോൾ ആരാ എൻ്റെ ഇത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ശ്രുതിനെ കാണുമേ, ശ്രുതിയോ എന്ന് ചോദിക്കുകയാണേ. ആ മോളെ ശ്രുതി, ഇത് ശ്രുതിയാണ്, ഇവൻ ഈ കോലത്തിൽ നമുക്ക് കാണേണ്ടി വന്നല്ലോ, ഞാൻ വിചാരിച്ചത് പിച്ചക്കാരനാണെന്ന് ശ്രുതി പറയാണ് കേട്ടോ. എന്നാലും എൻ്റെ ശ്രുതി, നീ ഇങ്ങനെ ഒരു ചെയ്തല്ലോ, നിന്നെ ഞാൻ എങ്ങനെ നോക്കി വളർത്തിയത്, നിന്നെ രാജകുമാരനായിട്ടല്ലേടാ ഞാൻ വളർത്തിയത്, എന്തിൻ്റെ ഒരു കുറവാണ് നിനക്ക് ഈ വീട്ടിലുള്ളത്, എന്നാലും നിന്നെ ഈ കോലത്തിൽ കാണാൻ അമ്മയ്ക്ക് കഴിയുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അമ്മേ അത് പിന്നെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ രേവതിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ രേവതി പറയാതെ ഞാൻ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു, അപ്പോൾ ഒരുപാട് ഭിക്ഷക്കാരുടെ കൂട്ടത്തിൽ പരിചയമുള്ളൊരു ശബ്ദം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇദ്ദേഹം ഇരുന്നിട്ട് ഭിക്ഷ യാചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഞാൻ സച്ചിയേട്ടനെ വിളിച്ചു. സച്ചിയേട്ടൻ ഓടിയെത്തി അവിടേക്കെന്ന് പറയുകയാണേ. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ പൊട്ടിക്കറിയാൻ കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ശ്രുതി എന്താ ശ്രുതി ഞാൻ ഈ കേൾക്കുന്നത്, എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എല്ലാവരുടെ കൂട്ടത്തിലും ഇവനിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല, എന്തൊക്കെയായാലും ഇവനെൻ്റെ ഏട്ടനല്ലേ, കൂടെ പറഞ്ഞവനല്ലേ ഇവൻ അങ്ങനെ ഒരു ഭിക്ഷക്കാരനായി കണ്ടപ്പോൾ എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചിൻ ഇങ്ങനെ ഒരു വിഷമത്തോടെയും സ്നേഹത്തോടു കൂടിയിട്ടൊക്കെ നോക്കുകയാണ്. എന്നിട്ട് രവി പറയും, മോനെ ശ്രുതി, നിന്നോടൊരു ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാനല്ലേ പറഞ്ഞത്, അല്ലാതെ ഭിക്ഷക്കാരനായി ഭിക്ഷ യാചിക്കാനാണോ നിന്നോട് പറഞ്ഞത്, ഇങ്ങനെയാണോ നീ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഈ നാട്ടിൽ തന്നെ ഒരു ജോലി കണ്ടെത്താനല്ലേ നിന്നോട് അച്ഛൻ പറഞ്ഞത്, അതിന് വേണ്ടിയിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാണ്, നിനക്ക് എന്താണ് ഇവിടെ കുറവ് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് കാനഡയിലേക്ക് പോകണ്ടേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതെ കാനഡയിലേക്ക് പോകാനായിട്ട് ഇതാണോ ചെയ്യുക, ഭിക്ഷ തണ്ടിയിട്ടാണോ കാനഡയിലേക്ക് പോകുക, ദേ ഇവനോട് മിണ്ടാതിരിക്കാൻ പറയാമേ എന്ന് പറയട്ടോ. ഒന്ന് ചുമ്മാതിരിക്കും സച്ചി എന്ന് ചന്ദ്ര പറയുമ്പോൾ, ഞാൻ ചുമ്മാതിരുന്നെങ്കിൽ ഇവൻ അവിടെ തന്നെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരിക്കേണ്ടി വന്നേനെ എന്ന് പറയുകയാണേ. എന്നിട്ട്
ശ്രുതി പറയാണ് എനിക്ക് കാനഡയിലേക്ക് പോകാനായിട്ട് 14 ലക്ഷം രൂപ വേണം. അപ്പോൾ രവി ചോദിക്കുന്നുണ്ട് ഭിക്ഷ യാചിച്ച 14 ലക്ഷം രൂപ കിട്ടുമോ ശ്രുതി ചോദിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടല്ല ഞാൻ പോയത്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഫ്രണ്ടാണ് പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു പരിഹാര കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഭിക്ഷ യാചിച്ച് ഒരു ദിവസം മുഴുവനും അമ്പലത്തിൻ്റെ നടയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യമൊക്കെ നടക്കുമെന്നാണ് അയാൾ പറഞ്ഞതെന്ന് പറയട്ടോ. അപ്പോൾ ശ്രുതി പറയാണ് ശ്രുതി ഇങ്ങനെയൊക്കെ വിശ്വസിച്ച് പോയല്ലോ, ഇതൊന്നും ചെയ്യാൻ പാടില്ല ശ്രുതി, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കേട്ടോ. ശ്രുതി അവിടെ നിന്ന് പൊട്ടിക്കറിയിട്ട് ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ അടുത്തേക്ക് ഓടി വരാൻ പോകുമ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞിട്ടുണ്ട് വേണ്ട പാർലെടുത്തി വേണ്ട അവനെ തൊടണ്ട, കാരണം അവൻ വേറൊരു ഭിക്ഷക്കാരൻ്റെ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ രവി പറയും പോയി കുളിക്ക് സച്ചിയല്ല ശ്രുതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറയട്ടോ. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ റൂമിൽ ചെന്നിട്ട് ശ്രുതി കുറേ അടിക്കുകയാണ് കേട്ടോ ശ്രുതിന്. എന്നാലും എന്നോട് ഇത് ചെയ്തല്ലോ, ഇങ്ങനെ ഒരു കാഴ്ച എനിക്ക് കാണേണ്ടി വന്നല്ലോ, ശ്രുതിക്ക് ഞാനുണ്ട്, ശ്രുതിയുടെ ഡ്രീം ഉറപ്പായിട്ടും നടക്കും, ശ്രുതിയുടെ കൂടെ ഞാനില്ലേ, ഞാൻ ജീവിക്കുന്നത് തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിച്ച് ശ്രുതിക്ക് അറിയാണ് ഇല്ല ശ്രുതി ഞാനിനി അങ്ങനെയൊന്നും ചെയ്യൂല എന്നൊക്കെ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വർഷ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കാണ്ട് ശ്രീകാന്തിനെ അന്വേഷിച്ചിട്ട്. അപ്പോൾ ശ്രീകാന്ത് എവിടെയും ചോദിക്കും, ശ്രീകാന്ത് വർക്കിലാണ്, അതിനെന്താ വിളിക്ക്, ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഞാൻ പുറത്തുണ്ടാവും എന്ന് പറയാൻ കേട്ടോ. പിന്നെ അയാൾ ചെന്നിട്ട് ശ്രീകാന്തിനോട് പറയാണ്, ശ്രീകാന്ത് നിൻ്റെ വൈഫ് ഇവിടേക്ക് നിന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, എന്തിനാണ് അവൾ എന്നെ ഇവിടേക്ക് അന്വേഷിച്ച് വന്നത്, ഞാനിവിടെ ഇല്ലയെന്ന് പറയുന്നില്ല, അതൊക്കെ നേരത്തെ പറയുന്നായിരുന്നു, നീ എന്തായാലും ചെന്ന് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കാണ്. എന്നിട്ട് വർഷയുടെ അടുത്തേക്ക് ശ്രീകാന്ത് ചെന്നിട്ട് പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിനക്ക് ഫുഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ പോരായിരുന്നു, ഞാൻ കൊടുത്താക്കുമായിരുന്നല്ലോ, ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാനൊന്നല്ല വന്നത്, ശ്രീകാന്തിനെ കാണാനാണ് വന്നത് എന്ന് പറയട്ടോ. ശ്രീകാന്ത് എന്തിനാണ് ഇവിടെ താമസിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞിട്ട് എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ, ഞാൻ എന്തായാലും നീ ഇല്ലാണ്ട് വീട്ടിലേക്ക് വരില്ല, ശ്രീകാന്ത് വാ, വീട്ടിലേക്ക് വാ ശ്രീകാന്ത്, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ എന്തായാലും തന്നെ വരില്ല, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മയും അച്ഛനും ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, എന്തായാലും ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരില്ല, ശ്രീകാന്ത് പ്ലീസ് ശ്രീകാന്ത് വീട്ടിലേക്ക് പോകാം ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നീ എന്നാണോ എൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ അന്നേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നൊന്നുമില്ലല്ലോ, അതിന് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശരിക്കും ഞെട്ടിപ്പോകാണ് കേട്ടോ ശ്രീകാന്ത്. എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കാൻ കേട്ടോ. നമ്മൾ പോകുന്നത് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കാണ്. ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം മാറാൻ, സച്ചേട്ടൻ എന്തായാലും അച്ഛനെ തല്ലിയതല്ലേ, അത് മറന്നോ നീ, സച്ചേട്ടൻ വീണ്ടും തല്ലി അച്ഛനെയല്ല വേറൊരാളെ എന്ന് പറയാൻ കേട്ടോ. വേറൊരാളോ എന്ന് ചോദിക്കാൻ കേട്ടോ. അതാരെ ചോദിക്കുമ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ പറയാൻ കേട്ടോ. അവൻ വീണ്ടും വന്നു തുടങ്ങിയോ, ഭാഗ്യം സച്ചേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ നിൻ്റെ ജീവൻ അപകടത്തിലായേനല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, എന്തായാലും സച്ചേട്ടൻ വന്ന് രക്ഷപ്പെടുത്തിയല്ലോ എന്ന് പറയാണ്. എന്തായാലും സച്ചേട്ടൻ എൻ്റെ അച്ഛനെ തല്ലിയ ദേഷ്യമൊന്നും എനിക്ക് മാറൂല, പക്ഷെ നമുക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ പോകാം, ഇനിയിപ്പം നിൻ്റെ തീരുമാനം പെട്ടെന്നെങ്ങാനും മാറുമോ അതൊന്നും പറയാൻ പറ്റില്ല, ഇപ്പം നമുക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകാം, അതല്ലേ നമ്മുടെ വീട്, അവിടെ നമുക്ക് ജീവിക്കാമെന്ന് പറയാണ് കേട്ടോ. നമ്മൾ രണ്ടുപേരും രണ്ടിടത്ത് താമസിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ശ്രീകാന്ത് സന്തോഷമായിട്ടോ ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീകാന്ത് പോകും കേട്ടോ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.